ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീൻ, ഈ പറയുന്ന പ്രശംസയൊക്കെ നിനക്ക് അവകാശപ്പെട്ടതാ കേട്ടോ. ആ അങ്ങനെ പറ, പിന്നെ അല്ലാതെ. സാറേ അതാരാ? ശാപമെന്ന് പറഞ്ഞാല് ചെറിയ ശാപമൊന്നുമല്ല. കളരിക്കൽ കുടുംബത്തിലേക്ക് വധുവായിട്ട് കയറുന്ന പെൺകുട്ടി സർപ്പദംശനം മൂലം മരിക്കുമെന്നാണ് ശാപം. അവിടെ വന്നു കയറിയ പെൺകുട്ടികൾക്കൊക്കെ ആ ദുരന്തം ഉണ്ടായിട്ടുമുണ്ട്. അവിടെ ജീവിച്ചിരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം രണ്ടാം വിവാഹത്തിലൂടെ വന്നവരാ. ഇക്കാലത്ത് കുട്ടികൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടാവോ? പക്ഷെ സംഗതി സത്യമാണ് തങ്കം. ആ കുടുംബം ഒരു ശാപം പിടിച്ച കുടുംബ. അയ്യോ തങ്കം, തങ്കം എന്തു പറ്റി? എന്താ തങ്കം, ആസ്പത്രി പോണോ? കുഴപ്പമില്ല. തങ്കം ഇത്ര ബുദ്ധിമുട്ടി തിരിച്ചു വന്ന് എന്നോട് ചോദിച്ചിട്ട് ഉള്ള കാര്യം പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാ. എനിക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു. എന്റെ മോളോടും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ദേ തങ്കം, ഞാനേത് പറഞ്ഞെന്ന് ആരും അറിയരുത്. വലിയ വലിയ കുടുംബക്കാരാ. അവരൊക്കെ എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെട്ട പാവങ്ങളായി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല ഇന്ദിരേ, ആരോട് പറയില്ല. ഞാൻ പോട്ടെ. തങ്കം, ഇനിയിപ്പോ അവിടെ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയണം. അറിയാണ്ട് മനസ്സിലൊരു സമാധാനമില്ല. അല്ല തങ്കം, അതൊക്കെ വേണോ? അല്ലാണ്ട് പിന്നെ എന്റെ മോളെ കൊലയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാൻ പോകാം, ഇപ്പൊ തന്നെ പോകാം. തങ്കം, എന്താ ഈ കാണിക്കാൻ പോകുന്നേ? എല്ലാ കാര്യങ്ങളും തങ്കത്തിന് അറിയാവുന്നതല്ലേ? എന്നിട്ടിപ്പോ തങ്കം അങ്ങോട്ട് കയറി ചെന്ന വഴി കാണുന്നവര് പലരും പലതും വിളിച്ചു പറയും. പക്ഷെ അതൊന്നും സത്യമല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൃഷ്ണയോ ഞങ്ങളോ തങ്കത്തിനോട് പറയുമായിരുന്നല്ലോ. കൃഷ്ണയ്ക്ക് ദോഷമൊന്നുമില്ലെന്ന് പറയാൻ പറ്റുമോ ഗോപാല? കൃഷ്ണ എന്റെ മോളാ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച എനിക്ക് പൊള്ളു. ഗാഥാ മാഡം, ഉള്ള കാര്യം ഞാൻ പറയാലോ. ഗാഥാ മാഡം നവീൻ സാറിന്റെ ഭാര്യയായിട്ട് ഇവിടെ വരുന്നു. ഇത്രയും ഭംഗിയായിട്ട് വ്രതവും പൂജയും ഒക്കെ നടക്കുന്നു. ഇതിനു മുമ്പ് ഒരിക്കലും ഈ കളരിക്കൽ കുടുംബത്തിലെ ആളുകളുടെ മുഖത്ത് ഞാൻ ഇത്രയും സന്തോഷമൊന്നും കണ്ടിട്ടില്ല. അതെ അതെ, അത് സത്യമല്ലേ? സത്യമാണ് മാണിക്കുഞ്ഞെ. മോളെ പോലൊരു കുട്ടി ഈ വീടിന്റെ സർവ്വ ഐശ്വര്യം തന്നെയാണ്. നവീൻ, ഈ പറയുന്ന പ്രശംസയൊക്കെ നിനക്ക് അവകാശപ്പെട്ടതാ കേട്ടോ. ആ അങ്ങനെ പറ, പിന്നെ അല്ലാതെ. സാറേ അതാരാ? അവരെ ഓർമ്മയുണ്ടോ അമ്മേ? ഗാഥയുടെ നവീന്റെ കല്യാണത്തിന് മുൻപ് അവരിവിടെ ഒരു ദിവസം വന്നിട്ടുണ്ട്. ആ, ഉണ്ടെന്ന് തോന്നുന്നു. ഈ അമ്മയെ എനിക്കറിയാം. ഗാഥയെ വളർത്തി വലുതാക്കിയത് ഇവരാ. ഗാഥയുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സ്ത്രീയാ. കല്യാണ മണ്ഡപത്തിൽ വന്നിട്ടുണ്ടായിരുന്നു.
മോള് വന്നേ വാ. മോളെ അമ്മേ മോളെ അമ്മേ അമ്മ വന്നേ. വേണ്ട, എനിക്ക് തനിച്ചൊന്നും പറയാനില്ല. ചില കാര്യങ്ങൾ അറിയാനാ ഞാൻ വന്നിരിക്കുന്നത്. എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും പിന്നീട് ആവാലോ. ആദ്യം അകത്തേക്ക് വാ. വന്നോളൂ. ഒരുപാട് യാത്ര ചെയ്തിട്ടാണോ വന്നത്? മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ആദ്യം അകത്ത് ചെന്നിരുന്ന് എന്തെങ്കിലും വെള്ളം കുടിക്കാം. മോൾക്ക് പ്രിയപ്പെട്ട ഒരാളെന്ന് പറഞ്ഞാല് ഞങ്ങൾക്കും ബന്ധുവല്ലേ. അകത്തേക്ക് വന്നോളൂ. അതെ, ഈ അമ്മയെ മനസ്സിലായി. ഇതാരാ? സഹോദരനാ. ഓ, എന്തായാലും നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. കേറി വന്നോളൂ. വരൂ. വാ. ഇരുന്നോളൂ. ഇരിക്കമേ. ഇരിക്കൂ. സത്യം പറഞ്ഞ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോ ഞങ്ങള് മോളുടെ കാര്യം സംസാരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. ഈ തറവാട്ടിൽ ഇന്നേ വരെ കയറി വന്നതില് ഏറ്റവും ഐശ്വര്യം നിറഞ്ഞ കുട്ടിയാണ് ഇവള്. വേറൊന്നും പറയാനില്ല. ഞങ്ങളുടെ ഭാഗ്യം. അങ്ങനെ വിശേഷിപ്പിക്കാനാ ഞങ്ങൾക്കിഷ്ടം. എന്റെ പൊന്നച്ചാ, ഈ നവീൻ സാറ് ഒരു പെണ്ണുകെട്ട് സാറേ, ഒരു പെണ്ണുകെട്ട് സാറേ എന്ന് പറഞ്ഞു നടന്നപ്പോ എങ്ങനെ ഒഴിഞ്ഞു നടന്ന ആളാ. അപ്പോ ഞങ്ങൾ വിചാരിച്ചു പെണ്ണ് കെട്ടി കഴിഞ്ഞാലും സാറ് ബിസിനസിന്റെ പുറകെ ആയിരിക്കുമെന്ന്. പക്ഷേ എന്ന് മാടത്തെ കണ്ടോ അന്നു മുതല് ഞങ്ങളുടെ സാറ് ഫുൾ ചേഞ്ചാ.